അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് മിൽഅസ് സമാവാതി വമിൽഅൽ അർദ് വമിൽഅ മാ ശാഅ മിൻ ശൈഇൻ ബഅദ്. ഖുർആൻ പഠനത്തിന്റെ എളുപ്പവഴി 9ാമത്തെ സെഷനിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ സെഷനിൽ നാം പഠിക്കുന്നത് സൂറത്തുൽ കാഫിറൂൻ, ഖുർആനിൽ 5000-ലധികം പ്രാവശ്യം വന്നിട്ടുള്ള അപൂർണ ക്രിയാരൂപങ്ങൾ, അതേപോലെ ഈ പാഠ്യപദ്ധതി ഉപയോഗപ്പെടുത്തുന്നതിന് ആവശ്യമായ ഹോംവർക്ക്. ആദ്യമായി ഖുർആന്റെ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ഇനി നമുക്കതിന്റെ പദാനുപദാർത്ഥം പഠിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ, നീ പറയുക. ഈ പദം നേരത്തെയും പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഖുർആനിൽ 300-ലധികം പ്രാവശ്യം ഈ പദം ആവർത്തിച്ചിരിക്കുന്നു. ഖുൽ, നീ പറയുക. യാ അയ്യുഹൽ കാഫിറൂൻ, യാ അല്ലയോ, ഹേ. യാ എന്ന് പറഞ്ഞാലും അയ്യുഹ എന്ന് പറഞ്ഞാലും യാ അയ്യുഹ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. അല്ലയോ, ഹേ. യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ സത്യനിഷേധികളെ. കാഫിർ നാം നേരത്തെ പഠിച്ചു, സത്യനിഷേധി. കാഫിറൂൻ, കാഫിരീൻ, സത്യനിഷേധികൾ. ഊനെന്നും ഈനെന്നും വന്നാൽ ബഹുവചനമാണെന്നും നാം പഠിച്ചു കഴിഞ്ഞു. ലാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നില്ല. നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ പഠിച്ചു ഇയ്യാക നഅ്ബുദ്, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ഇവിടെ പറയുന്നു അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നു. ലാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നില്ല. മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ. മിൻ ശർരി മാ ഖലഖയിൽ ഉള്ളതുപോലുള്ള മായാണ് ഇവിടെ വന്നിരിക്കുന്നത്. ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നില്ല. മാ തഅ്ബുദൂൻ, നിങ്ങൾ ഏതൊന്നിനെയാണോ ആരാധിക്കുന്നത് അതിനെ ഞാൻ ആരാധിക്കുന്നില്ല. അപ്പോൾ മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതായ ഒന്ന്. അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നു. നഅ്ബുദു, ഞങ്ങൾ ആരാധിക്കുന്നു. ലാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നില്ല. മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതായ ഒന്നിനെ. മായുടെ അർത്ഥം ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. മായ്ക്ക് ഇല്ല എന്നർത്ഥമുണ്ട്, അതേപോലെ എന്ത് എന്നർത്ഥമുണ്ട്, ഏതെന്നാണോ അത് എന്നർത്ഥമുണ്ട്. മിൻ ശർരി മാ ഖലഖ എന്ന് പറഞ്ഞപ്പോഴും ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന് പറഞ്ഞപ്പോഴും ഏതെന്നാണോ അത് എന്ന അർത്ഥത്തിലാണ് മാ ഉപയോഗിച്ചിരിക്കുന്നത്. മാ ദീനുക എന്ന് ചോദിക്കുമ്പോൾ എന്ത് എന്ന അർത്ഥമാണ്. മാഫി മൗജൂദ് എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന അർത്ഥമാണ്. അവിടെ മായ്ക്ക് ഇല്ല എന്ന അർത്ഥമാണ്. അറബ് നാടുകളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് മാഫി, ഇല്ല എന്നർത്ഥം. ഫി ഉണ്ട്, മാഫി ഇല്ല. അപ്പം മായ്ക്ക് അവിടെ അർത്ഥം ഇല്ല എന്നാണ്. മിൻ ശർരി മാ ഖലഖ എന്ന് പറഞ്ഞിടത്ത് മായുടെ അർത്ഥം ഏതെന്നാണോ അത് എന്നർത്ഥം. മൻ റബ്ബുക എന്ന് ചോദിച്ചാൽ മൻ, ആര്. മാ ദീനുക എന്ന് ചോദിച്ചാൽ മാ, എന്ത്. മൻ റബ്ബുക, നിന്റെ റബ്ബാര്. മാ ദീനുക, നിന്റെ ദീൻ എന്ത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഓർമ്മയിൽ ഉറച്ചിരിക്കുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി ആവർത്തിച്ചതാണ്.
അടുത്ത സൂക്തം വല അൻതും, നിങ്ങൾ അല്ല. നാം നേരത്തെ പഠിച്ചല്ലോ, അൻതും നിങ്ങൾ, ഹുവ അവൻ, ഹും അവർ, അൻത നീ, അൻതും നിങ്ങൾ. വല അൻതും, നിങ്ങൾ അല്ല. ആബിദൂൻ, ആരാധിക്കുന്നവർ. ആബിദ്, ആരാധിക്കുന്നവൻ. ആബിദൂൻ അതിന്റെ ബഹുവചനമാണ്, ആരാധിക്കുന്നവർ. ആബിദീൻ എന്ന് പറഞ്ഞാലും ആരാധിക്കുന്നവർ. അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നു. നഅ്ബുദു, ഞങ്ങൾ ആരാധിക്കുന്നു. തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നു. വല അൻതും, നിങ്ങളല്ല. ആബിദൂൻ, ആരാധിക്കുന്നവർ. മാ അഅ്ബുദു, ഏതൊന്നിനെയാണോ ഞാൻ ആരാധിക്കുന്നത് അത്. ഞാൻ ആരാധിക്കുന്നതായ ഒന്നിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല. വല അല്ല, അന ഞാൻ. നാം നേരത്തെ പഠിച്ചതാണത്, പല പ്രാവശ്യം പഠിച്ചതാണ്. അന ഞാൻ. ല അന, ഞാനല്ല. വല അന, ഞാനുമല്ല. ആബിദ്, ആരാധിക്കുന്നവൻ. മാ ഒന്നിനെ, അബത്തും, നിങ്ങൾ ആരാധിച്ച. നേരത്തെ നമ്മൾ പഠിച്ചു ഫഅൽത്തും, നിങ്ങൾ പ്രവർത്തിച്ചു. അതേപോലെ അബത്തും, നിങ്ങൾ ആരാധിച്ചു. ആബിദിന്റെ ബഹുവചനമാണ് ആബിദൂൻ എന്ന് പറഞ്ഞു. ആബിദീൻ എന്ന് പറഞ്ഞാലും അതേ അർത്ഥം തന്നെയാണ്. വല അന ആബിദുൻ മാ അബത്തും, നിങ്ങൾ ആരാധിച്ചതായ ഒന്നിനെ ഞാൻ ആരാധിക്കുന്നവനല്ല. വല അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല. വല അൻതും, നിങ്ങളല്ല. ആബിദൂൻ, ആരാധിക്കുന്നവർ. മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ. ലക്കും, നിങ്ങൾക്ക്. നാം നേരത്തെ പഠിച്ചതാണ്. ലഹു അവന്, ലഹും അവർക്ക്, ലക്ക നിനക്ക്, ലക്കും നിങ്ങൾക്ക്. നാം നേരത്തെ പഠിച്ച പല പദങ്ങളും ഈ സൂക്തത്തിൽ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ലക്കും, നിങ്ങൾക്ക്. ദീനുക്കും, നിങ്ങളുടെ ദീൻ. വലിയ, നാം നേരത്തെ പഠിച്ചു എനിക്ക്. ദീനി എന്നാണ്, എന്റെ ദീൻ. ദീനി എന്ന് പറഞ്ഞാൽ എന്റെ ദീൻ. പക്ഷെ ഇവിടെ ഖുർആനിൽ അല്ലാഹു ദീൻ എന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇവിടെ അർത്ഥം ദീനി എന്നതാണ്, എന്റെ ദീൻ. ലക്കും, നിങ്ങൾക്ക്. ദീനുക്കും, നിങ്ങളുടെ ദീൻ. വലിയ, എനിക്ക്. ദീനി, എന്റെ ദീൻ. വലിയ ദീൻ, എനിക്ക്, എന്റെ ദീൻ. ഇനി നമുക്കതിന്റെ പദാനുപദാർത്ഥം പഠിക്കാം. നിങ്ങളത് ആവർത്തിച്ച് പറയുക. ഖുൽ, നീ പറയുക. യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ സത്യനിഷേധികളെ. ലാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നില്ല. മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. വല അൻതും ആബിദൂന മാ അഅ്ബുദ്, വല അൻതും, നിങ്ങളല്ല. ആബിദൂൻ, ആരാധിക്കുന്നവർ. മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ. വല അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല. വല അന, ഞാനല്ല. ആബിദ്, ആരാധിക്കുന്നവൻ. മാ ഒന്നിനെ, അബത്തും, നിങ്ങൾ ആരാധിച്ച. വല അന ആബിദും മാ അബത്തും, നിങ്ങൾ ആരാധിച്ചതിനെ ഞാനും ആരാധിക്കുന്നവനല്ല. വല അൻതും, നിങ്ങളല്ല. ആബിദൂൻ, ആരാധിക്കുന്നവർ. മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ. വല അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല. ലക്കും, നിങ്ങൾക്ക്. ദീനുക്കും, നിങ്ങളുടെ ദീൻ. വലിയ, എനിക്ക്. ദീൻ, എന്റെ ദീൻ. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എന്റെ ദീൻ. ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ
കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പൂർണ്ണക്രിയകളിലേക്ക് ഒന്നുകൂടി കൊണ്ടുപോവുകയാണ്. ഫഅല അവൻ പ്രവർത്തിച്ചു, ഫഅലു അവർ പ്രവർത്തിച്ചു, ഫഅൽത നീ പ്രവർത്തിച്ചു, ഫഅൽതും നിങ്ങൾ പ്രവർത്തിച്ചു, ഫഅൽതു ഞാൻ പ്രവർത്തിച്ചു, ഫഅൽന ഞങ്ങൾ പ്രവർത്തിച്ചു. പൂർണ്ണക്രിയ എന്ന് പറയുമ്പോൾ സംഭവിച്ചു കഴിഞ്ഞ ക്രിയ, പ്രവൃത്തി പൂർണ്ണമായി, പ്രവർത്തനം നടന്നു കഴിഞ്ഞു. ഇതുവരെ പൂർത്തിയാകാത്ത ക്രിയയ്ക്ക് അപൂർണ ക്രിയകൾ നമുക്ക് പറയാം. അത് ഒന്നുകിൽ നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇനി നടക്കും. അത്തരം ക്രിയകൾ ഖുർആനിൽ 5000 പ്രാവശ്യത്തോളം ആവർത്തിച്ചിട്ടുണ്ട്. ആ പ്രയോഗമാണ് നാം ഇനി പഠിക്കാൻ പോകുന്നത്. ഇതിലും നാം ശ്രദ്ധിക്കുക, ഹുവ ഹും അൻത അൻതും അന നഹ്നു എന്ന സർവനാമങ്ങൾ ഈ ക്രിയാരൂപങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. യഫ്അൽ അവൻ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ പ്രവർത്തിക്കും. യഫ്അലൂൻ അവർ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ പ്രവർത്തിക്കും. തഫ്അൽ നീ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ പ്രവർത്തിക്കും. തഫ്അലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ പ്രവർത്തിക്കും. അഫ്അൽ ഞാൻ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ പ്രവർത്തിക്കും. നഫ്അൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ പ്രവർത്തിക്കും. സൗകര്യത്തിനായി ഒരർത്ഥം മാത്രം നമുക്ക് പറയാം. യഫ്അൽ അവൻ പ്രവർത്തിക്കുന്നു, യഫ്അലൂൻ അവർ പ്രവർത്തിക്കുന്നു, തഫ്അൽ നീ പ്രവർത്തിക്കുന്നു, തഫ്അലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നു, അഫ്അൽ ഞാൻ പ്രവർത്തിക്കുന്നു, നഫ്അൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. നിങ്ങളൊന്ന് ആവർത്തിച്ച് പറയണം. യഫ്അൽ അവൻ പ്രവർത്തിക്കുന്നു, യഫ്അലൂൻ അവർ പ്രവർത്തിക്കുന്നു, തഫ്അൽ നീ പ്രവർത്തിക്കുന്നു, തഫ്അലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നു, അഫ്അൽ ഞാൻ പ്രവർത്തിക്കുന്നു, നഫ്അൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഇനി അറബി മാത്രം പറയാം. യഫ്അൽ, യഫ്അലൂൻ, തഫ്അൽ, തഫ്അലൂൻ, അഫ്അൽ, നഫ്അൽ. ഒരിക്കൽ കൂടി. യഫ്അൽ, യഫ്അലൂൻ, തഫ്അൽ, തഫ്അലൂൻ, അഫ്അൽ, നഫ്അൽ. അപൂർണ ക്രിയകൾ പറയുമ്പോൾ ഷോൾഡറിന് നേരെയാണ് നാം വിരൽ ചൂണ്ടേണ്ടത്. യഫ്അൽ, യഫ്അലൂൻ, തഫ്അൽ, തഫ്അലൂൻ, അഫ്അൽ, നഫ്അൽ. ഈ 2 പദങ്ങൾ വീതം പറയാം. യഫ്അൽ, യഫ്അലൂൻ, തഫ്അൽ, തഫ്അലൂൻ, അഫ്അൽ, നഫ്അൽ. കുറച്ചുകൂടി സ്പീഡിൽ. യഫ്അൽ, യഫ്അലൂൻ, തഫ്അൽ, തഫ്അലൂൻ, അഫ്അൽ, നഫ്അൽ. ഇതേപോലെ തന്നെ മറ്റേത് ക്രിയ കിട്ടിയാലും നമുക്കതിനെ പരിവർത്തിപ്പിക്കാവുന്നതാണ്. എന്നാൽ എല്ലാ ക്രിയകളുടെയും അപൂർണ ക്രിയാരൂപങ്ങൾ ഒരേപോലെയല്ല. അതിനാൽ 3 ക്രിയകളാണ് നാം ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരേ ഗണത്തിലുള്ള 3 ക്രിയകൾ. നമുക്ക് ഫതഹ പറഞ്ഞു നോക്കാം. ഫതഹ അവൻ തുറന്നു. യഫ്തഹ് അവൻ തുറക്കുന്നു, അല്ലെങ്കിൽ തുറക്കും. അപ്പോൾ അതിന്റെ പൂർണ്ണ രൂപം നമുക്കിങ്ങനെ പറയാം. യഫ്തഹ് അവൻ തുറക്കുന്നു, അല്ലെങ്കിൽ തുറക്കും. യഫ്തഹൂൻ അവർ തുറക്കും. തഫ്തഹ് നീ തുറക്കുന്നു, അല്ലെങ്കിൽ തുറക്കും. തഫ്തഹൂൻ നിങ്ങൾ തുറക്കുന്നു. അഫ്തഹ് ഞാൻ തുറക്കുന്നു, നഫ്തഹ് ഞങ്ങൾ തുറക്കുന്നു. ഒരിക്കൽ കൂടി. യഫ്തഹ് അവൻ തുറക്കുന്നു, യഫ്തഹൂൻ അവർ തുറക്കുന്നു, തഫ്തഹ് നീ തുറക്കുന്നു, തഫ്തഹൂൻ നിങ്ങൾ തുറക്കുന്നു, അഫ്തഹ് ഞാൻ തുറക്കുന്നു, നഫ്തഹ് ഞങ്ങൾ തുറക്കുന്നു. അറബി മാത്രം പറയുക. യഫ്തഹ്, യഫ്തഹൂൻ, തഫ്തഹ്, തഫ്തഹൂൻ, അഫ്തഹ്, നഫ്തഹ്. ഒരിക്കൽ കൂടി. യഫ്തഹ്, യഫ്തഹൂൻ, തഫ്തഹ്, തഫ്തഹൂൻ, അഫ്തഹ്, നഫ്തഹ്. ഈ 2 പദങ്ങൾ വീതം. യഫ്തഹ്, യഫ്തഹൂൻ, തഫ്തഹ്, തഫ്തഹൂൻ, അഫ്തഹ്, നഫ്തഹ്. കുറച്ചുകൂടി സ്പീഡിൽ. യഫ്തഹ്, യഫ്തഹൂൻ, തഫ്തഹ്, തഫ്തഹൂൻ, അഫ്തഹ്, നഫ്തഹ്. ഇതേപോലെ തന്നെ ജഅലയും നമുക്ക് പറയാം. ജഅലയും ഇതേ ഗണത്തിൽപ്പെട്ട ക്രിയയാണ്. യജ്അൽ, യജ്അലൂൻ. യജ്അൽ അവൻ ആക്കുന്നു, യജ്അലൂൻ അവർ ആക്കുന്നു. തജ്അൽ നീ ആക്കുന്നു, തജ്അലൂൻ നിങ്ങൾ ആക്കുന്നു. അജ്അൽ ഞാൻ ആക്കുന്നു,
നജ്അൽ ഞങ്ങൾ ആക്കുന്നു. ഒരിക്കൽ കൂടി, യജ്അൽ അവൻ ആക്കുന്നു, യജ്അലൂൻ അവർ ആക്കുന്നു. തജ്അൽ നീ ആക്കുന്നു, തജ്അലൂൻ നിങ്ങൾ ആക്കുന്നു. അജ്അൽ ഞാൻ ആക്കുന്നു, നജ്അൽ ഞങ്ങൾ ആക്കുന്നു. ഈ രണ്ട് പദങ്ങൾ വീതം പറയാം. യജ്അൽ യജ്അലൂൻ, തജ്അൽ തജ്അലൂൻ, അജ്അൽ നജ്അൽ. അപ്പോൾ നാം 3 ക്രിയകളുടെ പൂർണ്ണക്രിയാരൂപവും അപൂർണക്രിയാരൂപവും പഠിച്ചു കഴിഞ്ഞു. ഈ 3 ക്രിയകളും ഒരിക്കൽ കൂടി നമുക്ക് പൂർണ്ണമായും നാം പഠിച്ച അത്രയും പൂർണ്ണമായി നമുക്ക് പരിശീലിക്കാം. ആദ്യമായി ഫഅൽ എടുക്കാം. പൂർണ്ണക്രിയ പറയുമ്പോൾ അരയുടെ നേരെയും അപൂർണക്രിയ പറയുമ്പോൾ ഷോൾഡറിന് നേരെയുമാണ് കൈ ചൂണ്ടേണ്ടത്. ഫഅല ഫഅലു, ഫഅൽത ഫഅൽതും, ഫഅൽതു ഫഅൽന. യഫ്അൽ യഫ്അലൂൻ, തഫ്അൽ തഫ്അലൂൻ, അഫ്അൽ നഫ്അൽ. അതേപോലെ തന്നെ ഫതഹയും നമുക്ക് പറയാം. ഫതഹ ഫതഹു, ഫതഹ്ത ഫതഹ്തും, ഫതഹ്തു ഫതഹ്ന. യഫ്തഹ് യഫ്തഹൂൻ, തഫ്തഹ് തഫ്തഹൂൻ, അഫ്തഹ് നഫ്തഹ്. ഒരിക്കൽ കൂടി. ഫതഹ ഫതഹു, ഫതഹ്ത ഫതഹ്തും, ഫതഹ്തു ഫതഹ്ന. യഫ്തഹ് യഫ്തഹൂൻ, തഫ്തഹ് തഫ്തഹൂൻ, അഫ്തഹ് നഫ്തഹ്. ഇതേപോലെ തന്നെ നമുക്ക് ജഅലയും പറയാം. ജഅല ഖുർആനിൽ 346 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്ന പദമാണ്. ജഅല ജഅലു, ജഅൽത ജഅൽതും, ജഅൽതു ജഅൽന. യജ്അൽ യജ്അലൂൻ, തജ്അൽ തജ്അലൂൻ, അജ്അൽ നജ്അൽ. ഒരിക്കൽ കൂടി. ജഅല ജഅലു, ജഅൽത ജഅൽതും, ജഅൽതു ജഅൽന. യജ്അൽ യജ്അലൂൻ, തജ്അൽ തജ്അലൂൻ, അജ്അൽ നജ്അൽ. മാഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഖുർആനിലെ 10,000 പ്രാവശ്യം വന്നിരിക്കുന്ന 2 പ്രയോഗങ്ങളാണ് നാം ഇതിനകം പഠിച്ചു കഴിഞ്ഞത്. പൂർണ്ണക്രിയയെ 5000 പ്രാവശ്യം വന്നിരിക്കുന്നു, അപൂർണക്രിയ 5000 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഇതുവരെ പഠിച്ച പാഠങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ ഉറയ്ക്കണമെങ്കിൽ ഗ്രഹപാഠം അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ ഇനി നാം പഠിക്കാൻ പോകുന്ന പദങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയണമെങ്കിൽ ഗ്രഹപാഠം അനിവാര്യമാണ്. അതിനായി 7+2 ഗ്രഹപാഠം നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. വളരെ ലളിതമായ ഗ്രഹപാഠങ്ങളാണ് നാം പറയുന്നത്. ആരും ഗ്രഹപാഠം അല്ലെങ്കിൽ ഹോംവർക്ക് എന്ന് കേട്ട് ഞെട്ടേണ്ടതില്ല. നാം പറയുന്നത് നിങ്ങൾ 5 മിനിറ്റ് എങ്കിലും പാഠം ആവർത്തിക്കണം. ഓരോ ദിവസവും നിങ്ങൾ പാഠപുസ്തകം നോക്കി 5 മിനിറ്റെങ്കിലും പഠിക്കണം. രണ്ടാമത്തെ ഗ്രഹപാഠം 5 മിനിറ്റെങ്കിലും ചുരുങ്ങിയത്. നാം ധാരാളം ഖുർആൻ പാരായണം ചെയ്യും. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്യും, ചില ദിവസങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്യാതിരിക്കും. പക്ഷേ നാം നിർദ്ദേശിക്കുന്നത് ദിനേന നിങ്ങൾ ചുരുങ്ങിയത് 5 മിനിറ്റെങ്കിലും ഖുർആൻ പാരായണം ചെയ്യണം. അങ്ങനെ പാരായണം ചെയ്യുമ്പോൾ നാം പഠിച്ച പദങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ച് പാരായണം ചെയ്യണം. പഠിച്ച പദങ്ങൾ വരുമ്പോൾ ആ പദങ്ങളുടെ അർത്ഥം നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, അറിവുള്ളതനുസരിച്ച് പ്രവർത്തിച്ചാൽ അറിയാത്തത് അല്ലാഹു പഠിപ്പിച്ചു തരും. മൻ അമില ബിമാ യഅലം അല്ലമല്ലാഹു ബിമാ ലാ യഅലം. അതൊരു ആപ്തവാക്യമാണ്. അതിനാൽ നാം പഠിച്ച പദങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഖുർആൻ 5 മിനിറ്റെങ്കിലും പാരായണം ചെയ്യുക. അതേപോലെ 5 മിനിറ്റെങ്കിലും, ചുരുങ്ങിയത് 5 മിനിറ്റെങ്കിലും നാം മനഃപ്പാഠമാക്കിയ ഖുർആനിക ഭാഗങ്ങൾ ആവർത്തിക്കുക. നമ്മുടെ മനസ്സിൽ നിന്നും ആവർത്തിക്കുക. നാം എവിടെയെങ്കിലും വെറുതെ ഇരിക്കുമ്പോഴോ, നടന്നു പോകുമ്പോഴോ, വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴോ, ആരെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴോ നമുക്കിത് ആവർത്തിക്കാവുന്നതാണ്. നാം പഠിച്ച പാഠങ്ങൾ, സൂറത്തുകൾ 5 മിനിറ്റെങ്കിലും നാം മനസ്സിൽ നിന്ന് ആവർത്തിക്കണം. അതേപോലെ നിങ്ങൾക്ക് പോക്കറ്റ് ഗൈഡ് നാം തന്നിരിക്കുന്നു. പോക്കറ്റ് ഗൈഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ 5 മിനിറ്റെങ്കിലും ഇത് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കണം. ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുക എന്ന് പറഞ്ഞപ്പോൾ സുബഹി നമസ്കാരത്തിന് ശേഷം 1 മിനിറ്റ് നിങ്ങൾക്ക് ആവർത്തിക്കാം. ളുഹർ നമസ്കാരത്തിന് ശേഷം 1 മിനിറ്റ് ആവർത്തിക്കാം. അസ്ർ നമസ്കാരത്തിന് ശേഷം 1 മിനിറ്റ് ആവർത്തിക്കാം. മഗ്രിബിന് ശേഷം 1, ഇശായ്ക്ക് ശേഷം 1. അങ്ങനെ വളരെ നിസ്സാരമായ സമയം നാം എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യുമ്പോഴോ
മറ്റെന്തെങ്കിലും ഒഴിവ് സമയം ലഭിക്കുമ്പോഴോ 1 മിനിറ്റെങ്കിലും നാം ഈ പോക്കറ്റ് ഡിക്ഷണറി ഒന്ന് തുറന്നു നോക്കുകയും അത് പഠിക്കുകയും ചെയ്യുക. ഏതാനും പദങ്ങൾ, ഒരു പദമേ പഠിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടിയുള്ളെങ്കിൽ അത് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ അല്പസമയമെങ്കിലും 5 നേരം, നാം പറഞ്ഞു അള്ളാഹുവിന്റെ സുന്നത്താണ് നാം സ്വീകരിച്ചിരിക്കുന്നത്. മഹാനായ അള്ളാഹുവിനെ ഓർമ്മിക്കുന്നതിന് വേണ്ടി, സൃഷ്ടാവിനെ ഓർമ്മിക്കുന്നതിന് വേണ്ടി സൃഷ്ടികൾക്ക് നിശ്ചയിച്ചു കൊടുത്ത സമ്പ്രദായം 5 നേരമെങ്കിലും ഒരാൾ നിർബന്ധമായും അള്ളാഹുവിനെ ഓർമ്മിക്കണമെന്നാണ്. അപ്പോൾ നാം പറയുന്നു, നമ്മുടെ മനസ്സിൽ ഈ ഖുർആനിക പദങ്ങളെക്കുറിച്ച് ഓർമ്മ നിലനിൽക്കണമെങ്കിൽ 5 നേരമെങ്കിലും, അല്പസമയമെങ്കിലും, 1 മിനിറ്റോ 30 സെക്കൻഡോ എങ്കിലും നിങ്ങൾ 5 നേരം ഇത് തുറന്നു നോക്കുക. നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാകും. അതേപോലെ തന്നെ നാം വിദേശത്താണെങ്കിൽ നാം സഞ്ചരിക്കുമ്പോൾ ID കാർഡ് എപ്പോഴും പോക്കറ്റിൽ കരുതണം. എന്നതുപോലെ ഖുർആൻ പഠിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന നാം പോക്കറ്റ് ഗൈഡ് എപ്പോഴും പോക്കറ്റിൽ കരുതണം. ID കാർഡ് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കുന്നത് പോലെ ഖുർആനെ പരിചയപ്പെടുത്താൻ എപ്പോഴും ഖുർആനിക പദങ്ങളുടെ പദാവലി കുറിപ്പ് അല്ലെങ്കിൽ പോക്കറ്റ് ഡിക്ഷണറി നിങ്ങളുടെ പോക്കറ്റിൽ ഉണ്ടാകണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പല പ്രാവശ്യം, അല്ലെങ്കിൽ ചുരുങ്ങിയത് 5 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഖുർആനിക പദങ്ങൾ ആവർത്തിക്കണം, പോക്കറ്റ് ഡിക്ഷണറി നോക്കിക്കൊണ്ട്. പിന്നീട് ഒരു ലളിതമായ ഹോംവർക്ക് നിങ്ങൾക്ക് നാം പറയുന്നു. നിങ്ങൾ ഈ കോഴ്സിനെ കുറിച്ച് അല്പമെങ്കിലും വേറൊരാളോട് സംസാരിക്കണം. അതൊരു പക്ഷേ നിങ്ങളുടെ സഹപാഠിയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്താകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുവാകാം, നിങ്ങളുടെ വീട്ടിലെ ചെറിയ കുട്ടിയുമാകാം. ആരോടെങ്കിലും നിങ്ങൾ ഈ കോഴ്സിലെ ഏതെങ്കിലും കുറച്ച് കാര്യം 1 മിനിറ്റെങ്കിലും നിങ്ങൾ ചർച്ച ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ സുന്നത്താണ് ഇടയ്ക്കിടയ്ക്ക് അതിനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുക എന്ന രീതിയാണ് നാം ഇതിൽ സ്വീകരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് 2 പ്രതിഫലം കിട്ടും. 1, ഖുർആനിക പദങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നു എന്ന പ്രതിഫലം. 2, നിങ്ങൾ വേറൊരാൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്തു എന്നതിന്റെ പ്രതിഫലം. അയാൾ വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അതിന്റെയും പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് അയാൾ ഈ കോഴ്സിൽ ചേർന്നാൽ നിങ്ങൾക്കതൊരു വലിയ അനുഗ്രഹമായിരിക്കും, പ്രതിഫലാർഹമായിരിക്കും. അതുകൊണ്ട് 1 മിനിറ്റെങ്കിലും നിങ്ങൾ ആരെങ്കിലുമായി ഈ കോഴ്സിനെ കുറിച്ച് ചർച്ച ചെയ്യുക. മറ്റൊരു ഗൃഹപാഠം വളരെ ലളിതമാണ്, നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാവുന്നതാണത്. അത് നമുക്ക് കുറേ സൂറത്തുകൾ ഹൃദിസ്ഥമാണല്ലോ. പക്ഷെ നാം ഏതൊക്കെ സൂറത്തുകൾ നമസ്കാരത്തിൽ പാരായണം ചെയ്യും? വളരെ ചുരുങ്ങിയ സൂറത്തുകൾ മാത്രമേ നാം പാരായണം ചെയ്യാറുള്ളൂ. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലെങ്കിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, അല്ലെങ്കിൽ വലിയ സൂറത്തുകൾ അറിയുന്നവരാണെങ്കിൽ സ്ഥിരമായി ചില സൂറത്തുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ പറയുന്നു, നിങ്ങൾ ഈ ഖുർആനിക പദങ്ങൾ ഓർമ്മ നിൽക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മശക്തി വർദ്ധിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഹൃദിസ്ഥമാക്കിയ സൂറത്തുകൾ ഒന്നിനു പിറകെ ഒന്നായി ഓരോ നമസ്കാരത്തിലും മാറി മാറി പാരായണം ചെയ്യുക. എല്ലാ നമസ്കാരത്തിലും ഒരു സൂറത്ത് തന്നെ പാരായണം ചെയ്യാതെ ഒരു സൂറത്ത് ഒരു നമസ്കാരത്തിലെ ഒരു റക്കയത്തിൽ പാരായണം ചെയ്താൽ അടുത്ത റക്കയത്തിൽ അടുത്ത സൂറത്തോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത ആയത്തോ നിങ്ങൾക്ക് പാരായണം ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഹൃദിസ്ഥമാക്കിയ സൂറത്തുകൾ അല്ലെങ്കിൽ ആയത്തുകൾ നിങ്ങൾ ഒന്നിടവിട്ട് മാറി മാറി നമസ്കാരത്തിൽ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുക. അതേപോലെ തന്നെ ഈ കോഴ്സിനോടൊപ്പം ഈ കോഴ്സിന്റെ MP3 ഉണ്ട്, അതേപോലെ കോഴ്സിന്റെ വീഡിയോ ഉണ്ട്. കോഴ്സിന്റെ MP3യും വീഡിയോയും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോൺ പല ആവശ്യത്തിനും ഉപയോഗിക്കുന്നല്ലോ, അതിൽ ഈ വീഡിയോ ഉണ്ടായിക്കോട്ടെ, അതേപോലെ ഈ പാഠാവലിയുടെ MP3 ഉണ്ടായിക്കോട്ടെ. നിങ്ങളുടെ വാഹനത്തിൽ അതിന്റെ MP3 നിങ്ങൾക്ക് ശേഖരിച്ചു വയ്ക്കാം. അത് നിങ്ങൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഇത് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുക. അവസാനമായി +2 7 ഗൃഹപാഠമാണ് നാം ഇതുവരെ പറഞ്ഞത്. അവസാനമായി 2 കാര്യം നിങ്ങൾ മറക്കരുത്. അതെന്താണ്? പ്രാർത്ഥിക്കണം. ഖുൽ മാ യഅ്ബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ എന്റെ രക്ഷിതാവ് നിങ്ങളെ പരിഗണിക്കുമായിരുന്നില്ല. അള്ളാഹുവേ, എനിക്ക് ഖുർആൻ പൂർണ്ണമായി ആശയം മനസ്സിലാക്കി പാരായണം ചെയ്യാനുള്ള തൗഫീക്ക് നീ നൽകണമേ. അതാണ് ഒരു പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥന എന്താണ്? നമ്മളല്ലാത്ത വേറെ കുറേ ആൾക്കാരുണ്ട്, നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, മറ്റു പല മുസ്ലിങ്ങൾ. അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അള്ളാഹുവെ, അവർക്ക് ഈ കോഴ്സിൽ ചേരാനും ഖുർആൻ മനസ്സിലാക്കി പാരായണം ചെയ്യാനും നീ തൗഫീക്ക് ചെയ്യണമേ എന്ന് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഈ ഗ്രഹപാഠങ്ങൾ പതിവാക്കിയാൽ തീർച്ചയായും നിങ്ങൾക്ക് നമ്മുടെ പാഠാവലി ഫോളോ ചെയ്യാൻ കഴിയും. നിങ്ങൾ പഠിച്ച പദങ്ങളുടെ പട്ടിക ഇവിടെ ഉണ്ട്. ഇതാ അതിന്റെ ഗ്രാഫ് നിങ്ങൾക്ക് നോക്കാം. നോക്കുക, ഖുർആനിലെ 30,100-ലധികം പദങ്ങൾ ഇതിനകം നാം പഠിച്ചു കഴിഞ്ഞു. അത് ചില്ലറ കാര്യമല്ല. ഖുർആനിലെ 38% നാം പഠിച്ചു കഴിഞ്ഞു.
ഇതാണ് നമ്മുടെ പഠന രീതിയുടെ പ്രത്യേകത. നിങ്ങളൊരു ഖുർആനിലെ പേജ് എടുത്ത് തുറന്നു നോക്കൂ, അതിലെ 49 പദങ്ങളും നിങ്ങൾക്ക് പരിചിതമായിരിക്കും. നന്നേ ചുരുങ്ങിയത് 40 അതിലധികം പദങ്ങളോ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, ഈ കോഴ്സ് ഒരിക്കലും നിങ്ങൾ നിർത്തിക്കളയരുത്. ഇത് നിങ്ങൾ തുടരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് പാരായണം ചെയ്യാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത വനസ്തഗ്ഫിറുക വനതൂബു ഇലൈക് വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.